ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് സുരേഷ് ഗോപിയെ ഏറ്റവും അധികം കടന്നാക്രമിച്ചത് സിനിമാ രംഗത്തു നിന്നുള്ള മന്ത്രി കൂടിയായ ഗണേഷ് കുമാറാണ്. ഓർമ്മയുണ്ടല്ലോ, കണ്ടിട്ട് 8-9 വർഷമായതുകൊണ്ട് മറന്നു കാണുമെന്ന് കരുതി. നിന്നെ അങ്ങനെ വേഗം മറക്കാൻ പറ്റുമോ? മുസ്ലിം പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കും. ഇന്നലെ എന്റെ പേടി അതല്ലായിരുന്നു, സുരേഷ് ഗോപി കയറി നിസ്കരിച്ച് കളയുമെന്ന് പേടിച്ചു. പള്ളിക്കകത്ത് കയറി അഭിനയം ഭയങ്കരമാണ്. കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന നിനക്ക് തള്ളവരിലിട്ട് നക്കിത്തിൻ ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. തൃശ്ശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഉരുക്കി ഇതുകൊണ്ട് പോവാ. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്ത സാഹചര്യത്തിൽ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഗണേഷ് കുമാറിന് കൊടുക്കാനുള്ള മറുപടി എന്താകും? ഗണേഷ് കുമാറിനെ ഞാൻ പറയണ പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. ഗണേഷ് കുമാറിനെ ഞാൻ പറയണ അദ്ദേഹത്തിനെ വെച്ച് പറയാൻ കേരളീയർക്ക് ഒരുപാടുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വഴിയേ അറിഞ്ഞോളൂ. അയാൾ പറയാൻ ഒരു നല്ലൊരു വ്യക്തികൾക്ക് പറയാൻ പറ്റിയ ഒരു ക്വാളിറ്റിയുള്ള മനുഷ്യനല്ല ഗണേഷ് കുമാർ. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അയാൾ പറയാൻ ഒരു നല്ലൊരു വ്യക്തികൾക്ക് പറയാൻ പറ്റിയ ഒരു ക്വാളിറ്റിയുള്ള മനുഷ്യനല്ല ഗണേഷ് കുമാർ. സരിതനെ മറന്നാ? മറന്നിട്ടില്ലല്ലോ. സരിതനെ മറന്നാ? മറന്നിട്ടില്ലല്ലോ. മുഖം അടി മന്ത്രിയായിരിക്കുന്ന സമയത്താണ് എന്ത് അടിച്ച് മുഖം വീർത്ത് പല്ല് കൊഴിഞ്ഞിരുന്നത്. ഓർമ്മയുണ്ടാ? കേരള സമുദ്രത്തിൽ ഓർമ്മയുണ്ട്. എന്നെ അനുഗ്രഹിക്കണം. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നിറയിക്കാൻ വയ്യ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. പാവം.